പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മലയാള സിനിമ പുലിമുരുകന് ശേഷവും പുലിമുരുകന് മുമ്പ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത പീറ്റർ ഹെയ്ൻ വീണ്ടും മലയാള സിനിമയിലേക്ക് വരുന്നു. അതായത് പീറ്റർ ഹെയ്ൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരുമിക്കുന്നു. അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ച് പീറ്റർ ഹെയ്ൻ എന്ത് ചെയ്യാനാണ്? ആ ഒരു സംഭവം, അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങി. ഇടിയൻ ചന്തു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സാബ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടിയൻ ചന്തു ചന്തു എന്നുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ആ ഒരു ട്രോമ കാര്യങ്ങൾ, അത് ഒരു അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഈ നമ്മുടെ ചന്തു എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങൾ, എന്താ പറയുക, വണ്ടി വിളിച്ച് വരുന്ന ആ ഒരു അവസ്ഥയാണ്. എവിടെ പോയാലും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ സ്കൂൾ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാവുകയാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. +2 പരീക്ഷ എഴുതിയോ പാസ്സായോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇടിയൻ ചന്തുവായിട്ട് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അധികം ഡയലോഗുകളൊന്നുമില്ല, ഒരു അന്തർമുഖനായിട്ടുള്ള കഥാപാത്രം, അധികം ഡയലോഗുകളൊന്നുമില്ല. മൊത്തം മസിൽ പിടിച്ചുള്ള ആ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഗായത്രി അരുൺ ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്, ബിജു സോബാൻ ഉണ്ട്, ലെന ഉണ്ട്, രമേശ് പിഷാരടി ഉണ്ട്, സൂരജ് ഉണ്ട്, പിന്നെ ഫുക്രുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാലു ലക്സ് ഉണ്ട്, പ്രത്യേകം പറയേണ്ട ഒരു പേരാണ്. ലാലു ലക്സിന് ഈ അടുത്തുള്ള സിനിമകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം ഇതാണ് സിനിമ. അപ്പോൾ ഈ സിനിമയിൽ ഇടിയൻ ചന്തു എന്നുള്ള പേര് മാറ്റി ഇടി വാങ്ങി വെക്കുന്ന ചന്തുവാണ്. ഇടിയൻ ചന്തു മാത്രമല്ല, ഇടിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ വാങ്ങി വെക്കുന്നുണ്ട്. ഒരു നാടൻ രീതിയിലുള്ളൊരു ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പീറ്റർ ഹെയ്ന് എന്താണ് ഈ ഒരു സിനിമയിൽ ഭാഗമാകാൻ കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പീറ്റർ ഹെയ്ൻ ചെയ്യേണ്ട ആ ഒരു ലെവലുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങളൊന്നും സിനിമയിൽ എവിടെയില്ല. പിന്നെ ബിജു സോപാനത്തിൻ്റെ ഒരു കിടലൻ ഫൈറ്റ് സീൻ ഉണ്ട് ഒരു വീട്ടിൽ വെച്ചിട്ടുള്ള. അത് അടിപൊളിയായിരുന്നു, നല്ല രസത്തെ തന്നെ മാസ് ആ ഒരു എലിമെൻ്റ് ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തു മറ്റേ ചന്തു സലീംകുമാറൊക്കെ ഉണ്ട്. ചന്തു സലീംകുമാറൊക്കെ വില്ലൻ വേഷത്തിലാണ്. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നങ്ങോട്ട് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് സംഭവം. സ്ക്രിപ്റ്റ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിങ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് അതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ സിനിമ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ ആ ഒരു സീനുണ്ട്. ക്ലൈമാക്സിൽ ഒരു ഗംഭീര അടി നടക്കുന്ന ഒരു സീനുണ്ട്. പക്ഷേ ആ ഒരു സംഭവം എനിക്ക് അത്രയും അങ്ങോട്ട് ക്ലിക്കായില്ല എന്നുള്ളതാണ്. എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഹിൻ്റൊക്കെ വെച്ചിട്ടാണ് സിനിമ നിർത്തിയത്. ഈ സിനിമ അവസാനിക്കുന്നില്ല, സെക്കൻഡ് പാർട്ടിലേക്ക് കൂടി ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം നാടൻ തല്ലുകളാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നാടൻ തല്ലുകളാണ്, കൂട്ടത്തല്ലുകൾ, നാടൻ തല്ലുകളാണ്. അല്ലാതെ മാസ് കാണിച്ച ഒരടിക്ക് 4 കിലോമീറ്റർ ദൂരെ പോകുന്ന ആ രീതിയിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊന്നുമല്ല, പറന്നിട്ടടിയുള്ള കാര്യങ്ങളൊന്നുമല്ല. തനി നാടൻ തല്ലാണ്. +2 നാടൻ തല്ല് കാണണമെങ്കിൽ ഈ സിനിമ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മാസ് കാണിക്കാനുള്ള അവസരങ്ങൾ ഈ സിനിമയിലുണ്ട്. എന്നാലും പല സംഭവം ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരും. ഇവിടെ പൊളിക്കും, ഇവിടെ സംഭവം അടിപൊളിയാക്കുന്ന വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കും. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും ഹെയർ പോയ ബലൂൺ പോലെയാവുന്ന അവസ്ഥയിലേക്കാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് ഒന്നുകൂടി ഒന്ന് ബലം കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ പീറ്റർ ഹെയ്ൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒന്നിക്കുന്നതൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ സംഭവമാണ്. പീറ്റർ ഹെയ്ൻ ഒന്നും സൈറ്റിലൊന്നും വന്നിട്ടുണ്ടാകില്ല. കാരണം എന്താ വെച്ചാൽ പീറ്റർ ഹെയ്ന് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഈ സിനിമയിലില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ IM വിജയനൊക്കെ ഉണ്ട് കേട്ടോ. ക്ലൈമാക്സിലൊക്കെ അടിപൊളി സിസർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതന്നെയുള്ളൂ. മ്യൂസിയമൊക്കെ രസമുണ്ടായിരുന്നു. പെർഫോമൻസുകളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിട്ടിയ റോളുകളെല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് വിജയനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. ഒരു 1 ടൈം വാച്ചബിളുള്ള സംഭവം, ഒരു തവണ കണ്ടു നോക്കാവുന്ന സംഭവം സിനിമയുണ്ട്. അപരാധമൊന്നുമല്ല, ഒരു തവണ കണ്ടു നോക്കാവുന്ന സംഭവങ്ങളൊക്കെ സിനിമയുണ്ട് എന്നുള്ളതാണ്. കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള കാത്തിരിപ്പാണ് അടുത്തത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും